ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജനുവരി മാസം 30-ാം തീയതിയാണ്. അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ജനുവരി മാസം 31-ന് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്, സിനിമകളും സീരീസുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. അതിൽ ഒന്നാമത്തേതുള്ളത് ഒരു ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്പാനിഷ് മൂവിയാണ്. ക്യൂർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് സ്പാനിഷ് ഭാഷകളായിട്ട് മുബി OTT പ്ലാറ്റ്ഫോം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ ആയിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്. ലൂക്കാസ് വേൾഡ് എന്നാണ് സ്പാനിഷ് മൂവിയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി മാസം 31-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഒരു അഡ്വഞ്ചർ ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി സീരീസ് ആണ്. ദ സീക്രട്ട് ഓഫ് ദ ഷിലേഡാസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു തെലുങ്ക് മിസ്റ്ററി ക്രൈം ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു മൂവിയാണ്. കോഫി വിത്ത് എ കില്ലർ എന്നാണ് ഈ ഒരു തെലുങ്ക് മൂവിയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ബയോസ്കോപ്പ് എന്നൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. ആഹാ ഫൈൻഡ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് അശോക് സെൽവൻ പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. എമക്ക് തൊഴിൽ റൊമാൻസ് എന്ന സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഇന്ത്യക്ക് പുറത്തായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഫെബ്രുവരി മാസം 14-ാം തീയതി ആഹാ തമിഴിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു സ്വർഗം എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ മനോരമ മാക്സിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് ധ്യാൻ ശ്രീനിവാസൻ ഗസ്റ്റ് റോളിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഓശാന എന്ന് പറഞ്ഞ സിനിമ ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. മനോരമ മാക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ഒരു ത്രില്ലർ മൂവിയാണ്. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ സിനിമ നാളെ വൈകുന്നേരം 5 മണിക്ക് ശേഷമായിട്ടായിരിക്കും ഈ സിനിമ റിലീസ് വരിക. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ ടൊവിനോ തോമസ്, തൃഷ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ C5 വഴി ഇത് മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഹിന്ദി ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. C5-ലാണ് റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജനുവരി മാസം 31-ാം തീയതി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കും സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.